നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആർക്കൈവൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിന്റെ പേര് ആർക്കൈവ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ഡെഫിനിഷൻ, സ്കോപ്പ് ആൻഡ് നേച്ചർ, അതായത് ആർക്കൈവ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ആർക്കൈവ്സ്? ആർക്കൈവ്സ് എന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ സർക്കാരിന്റെയോ സംഘടനയുടെയോ ഒക്കെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രപരവും ഭരണപരവും നിയമപരവും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായിട്ടുള്ള രേഖകൾ സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ആണ് നമ്മൾ ആർക്കൈവ് എന്ന് പറയുന്നത്. ഇതൊരു ചരിത്ര സൂക്ഷിപ്പ് കേന്ദ്രമായിട്ട് നമുക്ക് ആർക്കൈവ്സിനെ പരിഗണിക്കാവുന്നതാണ്. ചരിത്ര പഠനത്തില് ആർക്കൈവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ചരിത്ര നിർമ്മിതിക്കുള്ള, അതായത് ഹിസ്റ്റോറിയോഗ്രാഫി, ചരിത്രത്തെ നിർമ്മിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയയിലെ ഏറ്റവും വിശ്വസനീയമായതും പ്രാഥമികമായിട്ട് ഉള്ളതുമായ ഉപദാനങ്ങൾ അഥവാ സോഴ്സുകൾ നൽകുന്ന ഒരു കേന്ദ്രമാണ് ആർക്കൈവ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരം ആർക്കൈവുകളിലെ സോഴ്സുകളെ, തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചരിത്ര നിർമ്മിതി സാധ്യമാകുന്നത്. ഇത് നമ്മളിവിടെ ഡെഫിനിഷൻ ഓഫ് ആർക്കൈവ്സ്, അതായത് ആർക്കൈവ്സിന്റെ നിർവചനമാണ് നോക്കുന്നത്. ആർക്കൈവ്സ് എന്നത് ദീർഘകാല പ്രാധാന്യമുള്ള രേഖകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ക്രമീകരിക്കുകയും അത് ഗവേഷണത്തിനായി ലഭ്യമാക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തെയോ അല്ലെങ്കിൽ രേഖാശേഖരത്തെയോ ആണ് ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ലളിതമായിട്ട് പറഞ്ഞാല് ചരിത്രപരവും ഭരണപരവും നിയമപരവുമായിട്ടുള്ള രേഖകൾ സ്ഥിരമായിട്ട് സൂക്ഷിക്കുന്ന, അത് പഠന വിധേയമാക്കാവുന്ന രീതിയിൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെയാണ് നമ്മൾ ആർക്കൈവ് എന്ന് പറയുന്നത്. ആർക്കൈവ് എന്ന പദം ഡിറൈവ് ചെയ്തത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആർക്കിയോൺ എന്ന ഗ്രീക്ക് പദം, ARCHION, ആർക്കിയോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആർക്കൈവ് എന്ന പദം രൂപപ്പെട്ടു വരുന്നത്. ഈ ആർക്കിയോൺ എന്നത് ഭരണാധികാരികളുടെ ഔദ്യോഗിക രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് ആർക്കിയോൺ എന്ന് പറഞ്ഞിരുന്നത്. ആർക്കൈവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ചരിത്രരേഖകൾ സംരക്ഷിക്കുക, ദേശീയ പൈതൃകം നിലനിർത്തുക, ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് രേഖകൾ ലഭ്യമാക്കുക, അതുപോലെ ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് ചരിത്ര വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക. ഇത്രയുമാണ് ആർക്കൈവുകളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സ്കോപ്പ്, ആർക്കൈവ്സിന്റെ സ്കോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കൈവുകളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ആർക്കൈവ്സിന് ഉള്ളത്. അത് രേഖകളുടെ ശേഖരണം, അതായത് കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ സർക്കാർ രേഖകൾ ഉണ്ടായിരിക്കും, സ്വകാര്യ രേഖകൾ ഉണ്ടായിരിക്കും, ഇനി ചില കുടുംബ രേഖകള്, സ്ഥാപന രേഖകള്, വ്യക്തിഗത രേഖകൾ, ഇതെല്ലാം തന്നെ ആർക്കൈവ്സിൽ സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ശേഖരമാണ് ആർക്കൈവ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം രേഖകളുടെ സംരക്ഷണം, അതായത് പ്രിസർവേഷൻ എന്നത് ആർക്കൈവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. രേഖകൾ നശിക്കാതെ സൂക്ഷിക്കുക, അത് പ്രിസർവ് ചെയ്യുക, അതുപോലെ അതിന്റെ താപനില, അത് പ്രിസർവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് വരും യൂണിറ്റുകളിലൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ താപനില ക്രമീകരിച്ചും ഈർപ്പം നിയന്ത്രിച്ചും ഒക്കെ അതിനെ സംരക്ഷിക്കുക. അതുപോലെ ഡിജിറ്റൽ സംരക്ഷണം ഉറപ്പുവരുത്തുക, കേടുപാടുകളൊക്കെ റിപ്പയർ ചെയ്യുക, പരിഹരിക്കുക, ഇതെല്ലാം തന്നെ ആർക്കൈവ്സിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇനി ഈ രേഖകളുടെ വർഗീകരണമാണ് ആർക്കൈവിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഒരു ആർക്കൈവിൽ ധാരാളം രേഖകൾ ഉണ്ടാവും. അപ്പൊ ഇതിനെ വിഷയത്തിന്റെ അടിസ്ഥാനത്തില്, അത് കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തില്, അത് ഇന്ന വകുപ്പാണ് എന്നൊക്കെ തിരിച്ചിട്ട് കൃത്യമായിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് സൂക്ഷിക്കുന്നതും വർഗീകരിച്ച് സൂക്ഷിക്കുന്നത്, ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുക എന്നത് ആർക്കൈവിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇനി അത് ആർക്കൈവ്സിലെ അവിടെയുള്ള രേഖകളുടെ ഒക്കെ ഒരു ടാബുലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിങ് പ്രോസസ്സ് ആർക്കൈവ്സിൽ നടത്താറുണ്ട്. രേഖകളെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ട പട്ടികകൾ തയ്യാറാക്കുന്നു. ഇനി മറ്റൊന്ന് റിസർച്ച് സപ്പോർട്ടാണ്. ചരിത്രത്തിലൊക്കെ ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് അതിനുവേണ്ട ഉപദാനങ്ങൾ അഥവാ സോഴ്സുകൾ ശേഖരിക്കാനായിട്ട്, അത് വിദ്യാർത്ഥികൾക്കൊക്കെ ചരിത്രകാരന്മാർക്ക് ലഭ്യമാകുന്ന രീതിയിൽ
ആർക്കൈവുകൾ പ്രവർത്തിക്കുന്നു. ഇനി ഡിജിറ്റൽ ആർക്കൈവ്സ് എന്ന് വെച്ചാൽ ഇന്ന് രേഖകളൊക്കെ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിലാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് അല്ലെ ഹാൻഡിൽ ചെയ്യാൻ. ഓരോരുത്തർക്കും ഒരേ സമയത്ത് ഒരുപാട് പേർക്ക് ഒരു രേഖ പരിശോധിക്കാവുന്നതാണ്. അപ്പൊ സ്കാൻ ചെയ്ത ആർക്കും അത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ അവൈലബിൾ ആകുന്നു, ദീർഘകാലം സുരക്ഷിതമായിട്ട് നിലനിൽക്കുന്നു, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ആർക്കൈവ്സിൽ ഇങ്ങനെ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നേച്ചർ ഓഫ് ആർക്കൈവ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ഇതിന്റെ ആ ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് ഇതൊരു പ്രൈമറി സോഴ്സ് ആണ്. അതായത് പ്രാഥമിക സ്രോതസ് അഥവാ പ്രാഥമിക ഉപദാനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആർക്കൈവിലെ രേഖകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യസന്ധവും വിശ്വസനീയവുമായിരിക്കും. അതായത് നേരിട്ട് ആ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു 2 നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന ഒരു രാജാവ് ഒരു ശാസനം പുറപ്പെടുവിച്ചു എന്ന് വിചാരിക്കുക. ആ ശാസനം അതിന്റെ അസലാണ് ഈ ആർക്കൈവിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ അത് ആ ചരിത്ര സംഭവവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രാഥമിക ഉപദാനമാണ്, ഒരു പ്രൈമറി സോഴ്സ് ആണ്. സോ ഈ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു ഉപദാനമാണ്. സോ ഇത് ആർക്കൈവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് ഇത് വളരെ ഒതന്റിക് ആയിരിക്കും. ആധികാരിക രേഖകൾ യഥാർത്ഥത്തിലുള്ള രേഖകളായതുകൊണ്ട് കൂടുതൽ ഒരു ഒതന്റിസിറ്റി ഇത്തരം രേഖകൾക്ക് അഥവാ ആർക്കൈവുകൾക്ക് ഉണ്ട്. ഇനി മറ്റൊന്ന് ഒരു പെർമനന്റ് പ്രിസർവേഷൻ ആണ് ആർക്കൈവ്സിന്റെ ലക്ഷ്യം. ആർക്കൈവില് ഈ രേഖകളൊക്കെ കുറഞ്ഞ കാലത്തേക്കല്ല സൂക്ഷിക്കുന്നത്, അതിനെ പെർമനന്റ് ആയിട്ടാണ് ആർക്കൈവുകളിൽ സംരക്ഷിക്കുന്നത്. അതുപോലെ അത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് ഇത്തരം രേഖകൾ സംരക്ഷിക്കുന്നത്. അത് ചരിത്രം, സാമൂഹ്യശാസ്ത്രം, രാഷ്ട്രീയം, നിയമം തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള സോഴ്സസിനെ അത് ആർക്കൈവുകളിൽ സൂക്ഷിച്ചു വെക്കുന്നു. പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അതുപോലെ ചരിത്രകാരന്മാർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ആർക്കൈവുകൾ സജ്ജീകരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളുടെ രേഖകളുടെ പുരാതനമായിട്ടുള്ള രേഖകളുടെ അസൽ പതിപ്പുകളൊക്കെ തന്നെ നമുക്ക് ആർക്കൈവ്സിൽ നിന്ന് അവൈലബിൾ ആകും. അത് സാധാരണക്കാർക്കും അത് പഠന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതൊരു ദേശീയ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണ് ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കുന്നതിൽ ആർക്കൈവ്സിന് വലിയ പങ്കുണ്ട്. ഇനി ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്ന രേഖകൾ ഏതൊക്കെ രേഖകളായിരിക്കും? സർക്കാർ രേഖകള്, ഉത്തരവുകള്, ഭരണപരമായിട്ടുള്ള രേഖകള്, ചില കത്തുകള്, ഡയറി കുറിപ്പുകള്, ഭൂപടങ്ങള്, ചിത്രങ്ങള്, ഫോട്ടോകള്, കയ്യെഴുത്തു പ്രതികള്, പത്രങ്ങള്, കോടതി രേഖകള്, ഭൂ സർവേ റിപ്പോർട്ടുകള്, സെൻസസ് രേഖകൾ, ഇതെല്ലാം തന്നെ ഇത്തരം ആർക്കൈവ്സിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇനി ആർക്കൈവ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചരിത്ര രചനയ്ക്ക് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് മുഴുവൻ ആർക്കൈവ്സിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. എങ്കിലും നമ്മൾ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനൊന്നും കൂടെ കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ചരിത്ര രചനയ്ക്ക് സഹായകമാകുന്ന ഒന്നാണ് ആർക്കൈവ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ആർക്കൈവ്സിൽ രേഖകൾ സൂക്ഷിക്കുന്നത്. ദെൻ ദേശീയ പൈതൃകം സംരക്ഷിക്കുന്നു ആർക്കൈവ്സ്. അതുപോലെ ചരിത്ര രേഖകൾ അടുത്ത തലമുറയ്ക്ക് കൂടി അത് റിസർച്ച് നടത്താവുന്ന രീതിയിൽ അല്ലെങ്കിൽ പഠിക്കാവുന്ന രീതിയിലാണ് ആർക്കൈവ്സിൽ സംരക്ഷിക്കുന്നത്. ഇനി ഇതിന് ലീഗൽ ആയിട്ടുള്ള എവിഡൻസസ് ആണ് ആർക്കൈവ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. രേഖകളും സർവേ റിപ്പോർട്ടുകളും സർക്കാർ രേഖകളും ഒക്കെ നമുക്ക് തെളിവ് സഹിതമാണ് ആർക്കൈവ്സിൽ നിന്ന് ലഭിക്കുക. അപ്പൊ നമുക്ക് ഒരു റിസർച്ചിൽ നമ്മളൊരു വിവരം ഉൾപ്പെടുത്തുമ്പോൾ ഇതിന്റെ പ്രൈമറി വളരെ ഒതന്റിക് ആയിട്ടുള്ള ഒരു സോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ റിസർച്ചിന് അത് കൂടുതൽ ഒതന്റിസിറ്റി നൽകും. ഇനി നിർവഹണത്തിന് ആർക്കൈവ്സ് സഹായിക്കുന്നു. അതായത് പഴയ സർക്കാർ തീരുമാനങ്ങളെയൊക്കെ മനസ്സിലാക്കാനായിട്ട് മുൻപ് വന്നിട്ടുള്ള ചില ഉടമ്പടികളെ കുറിച്ചും സർക്കാർ ഉത്തരവുകളെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആർക്കൈവ്സിനെ നമുക്ക് ആർക്കൈവ്സിലെ രേഖകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിസർച്ച് ഡെവലപ്മെന്റ് ആണ് മറ്റൊന്ന്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആർക്കൈവ്സിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ രേഖകൾ ശേഖരിക്കുക, രേഖകളെ സംരക്ഷിക്കുക അഥവാ പ്രിസർവ് ചെയ്യുക, അതുപോലെ രേഖകളെ ക്ലാസിഫൈ ചെയ്യുക, രേഖകളെ ഡിജിറ്റലൈസ് ചെയ്യുക, രേഖകൾ എല്ലാവർക്കും അവൈലബിൾ ആക്കുക, അതുപോലെ തന്നെ
ചരിത്ര പൈതൃകം സൂക്ഷിക്കുക, സംരക്ഷിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആർക്കൈവ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് കണക്കാക്കാവുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ആർക്കൈവ്സിന്റെ പേര് കൂടി ഒരു ആർക്കൈവൽ സ്റ്റഡീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർക്കൈവ്സ് ന്യൂഡൽഹിയിലെ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ ഒന്ന്, അതുപോലെ തന്നെ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലും ആർക്കൈവ്സ് ഉണ്ടായിരിക്കും. പിന്നെ സർവകലാശാല ആർക്കൈവ്സ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് JNU-യിലെ ഹിസ്റ്ററി വിഭാഗത്തിന്റെ കീഴിലുള്ള ആർക്കൈവ് ഒക്കെ വളരെ ലോകപ്രസിദ്ധമായിട്ടുള്ള ആർക്കൈവ്സിൽ ഒന്നാണ്. അതുപോലെ മ്യൂസിയങ്ങൾക്ക് കീഴിൽ ആർക്കൈവ്സ് ഉണ്ടായിരിക്കും, മ്യൂസിയം ആർക്കൈവ്സ്. ഇനി സ്വകാര്യ വ്യക്തികളും ആർക്കൈവ്സ് കൊണ്ടു നടക്കാറുണ്ട്. ചരിത്ര കുതകികളായിട്ടുള്ള ആളുകൾ, MGS നാരായണന്റെ ഒക്കെ ആർക്കൈവ്സ് ഒക്കെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ്.